So welcome to day 9 of learning forex trading. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് how to trade forex. So forex trade ചെയ്യാൻ വേണ്ടി ഇവിടെ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ബ്രോക്കർ അക്കൗണ്ട് യൂസ് ചെയ്യാം, ഒന്ന് ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യാം. സോ ബ്രോക്കർ അക്കൗണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം അതിൻ്റെ അകത്തോട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡെപ്പോസിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ കയ്യിലൊരു സിസ്റ്റം ഉണ്ടായിരിക്കണം. സോ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു സ്ട്രാറ്റജി, പ്രോപ്പർ റിസ്ക് മാനേജ്മെൻറ്റ്, പിന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ്, ആ ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ അതിനുശേഷം ട്രേഡ് ചെയ്യുക. ഓക്കെ, ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. സോ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഫണ്ടഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ഫണ്ടിങ് കമ്പനീസ്. സോ ഈ ഒരു കമ്പനീസ് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ തരും. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ലെജിറ്റ് ആയിട്ടുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഫണ്ടിങ് ഫേം ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം അവരുടെ ഒരു ചലഞ്ച് ബൈ ചെയ്യുക. സോ മൾട്ടിപ്പിൾ അക്കൗണ്ട് സൈസ് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അക്കൗണ്ട് സൈസ് ഏതാണ് അത് ചൂസ് ചെയ്തിട്ട് ആ ഒരു ചലഞ്ച് ബൈ ചെയ്യുക. സോ ചലഞ്ച് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു അസസ്മെന്റ് ഉണ്ടാവും. അവിടെ phase 1 ഉണ്ടാവും, phase 2 ഉണ്ടാവും. സോ നിങ്ങൾ phase 1 പാസ് ചെയ്യുക. സോ phase 1 പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ phase 2 പോകുന്നത്. സോ phase 2 പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ലൈവ് അക്കൗണ്ടിലോട്ട് വരും. സോ ലൈവ് അക്കൗണ്ടിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആണെങ്കിൽ ആ ഒരു പ്രോഫിറ്റിന്റെ ഒരു 70 to 80% ആ കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് പേ ഔട്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിലോട്ട് വരും. സോ ഈ ഒരു രീതിയിലാണ് ബ്രോക്കർ അക്കൗണ്ടും അതുപോലെ തന്നെ ഫണ്ടഡ് അക്കൗണ്ടും വർക്ക് ചെയ്യണത്. സോ ഫോർ ഡേ 10 follow the page.